മനുഷ്യനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, കണക്കൂട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ഫിസിക്സും സയൻസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനായിട്ട് മനസ്സമാധാനത്തിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. മേ ബി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷെ എക്സാക്ട്ലി വാട്ട് ഈസ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ എത്ര പേർക്ക് അറിയാം? നമ്മൾ ഇന്നലെ 2 ദിവസത്തേക്ക് അവിടെ കരഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ, എന്തോ ഒരു ലോസ് ഉണ്ടായപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ സങ്കടപ്പെട്ടിരുന്നതിനെ ഡിപ്രഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു റിയൽ ഡിപ്രഷൻ്റെ അതിൻ്റെ ഒരു ക്രൈസിസ് എന്താണെന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തൊക്കെയാണോ ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള അങ്ങനെ കണ്ടാലേ, അഥവാ ഇത്രയേ ഉള്ളൂ, നാട്ടുകാരറിയുന്ന രീതിയിലുള്ളൊരു പ്രശ്നം വന്നാലേ പിന്നെ അടുത്ത ഇത് ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളൊരു അവസ്ഥയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും വന്നിട്ടുണ്ടായിരുന്നു. ഏത് സർവീസും മൗത്ത് പബ്ലിസിറ്റി കിട്ടും. മൗത്ത് പബ്ലിസിറ്റി കിട്ടാത്ത ഒരേ ഒരു സർവീസ് സൈക്കോളജിസ്റ്റുകളുടെ. കാരണം എന്താ, എത്ര നന്നായിട്ട് കൺസൾട്ട് ചെയ്ത ആളുടെ പ്രശ്നം ഒക്കെ ആയിട്ട് പോയാലും അതൊരിക്കലും വേറൊരാളോട് പോയിട്ട് ഇയാൾ നല്ല കൺസൾട്ടൻ്റ് ആണെന്ന് തോന്നുന്നു പറയാൻ സാധ്യതകൾ കുറവാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു 2000 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അതിലുള്ളത് എല്ലാം മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് മാറ്റർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വർക്ക് സ്പേസിലും അങ്ങനെ ഓരോ ഏരിയയിലും പറയുന്നത് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് മുന്നേ നമ്മളത് ചർച്ച ചെയ്തിട്ടും ഇന്നും നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു അവയർനെസ് ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു കൺക്ലൂഷനിലാണല്ലോ. അപ്പോൾ ഇന്നും നമ്മൾ അതിലോട്ട് ഇനിയും അറിയാനും, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് എന്താ നമുക്കതിന് കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കുറവുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും കാലം ഇനിയും അത് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. അതിനൊരു റീസൺ ആയിക്കൂടെ? ആയിരിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 2 പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംവേർ നമുക്ക് സൈക്കോളജിസ്റ്റിനെ എപ്പോൾ കാണണം എന്നറിയാത്തത് ഒരു പ്രശ്നമായിരുന്നു. അറ്റ് ദ സെയിം ടൈം സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് നാട്ടുകാരെന്നെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ കുറച്ചും കൂടെ, ഇപ്പോൾ വൃന്ദ പറഞ്ഞ പോലെ കുറച്ചും കൂടെ അവെയറായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. ഇന്നതാണ് ഇപ്പോൾ പോകണം എന്നുള്ള സാധനത്തിലേക്കൊക്കെ. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയം കുറേയൊക്കെ പയ്യെ മാറി തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേജിലാണെങ്കിലും, എപ്പോൾ ഞാനൊരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോകണം എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രം ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോവാതെ നിൽക്കുന്ന സിനാരിയോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു അവയർനെസ് ആളുകൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ബെറ്റർ ആണ്. അത് ഈവൻ ഒരു 3-4 കൊല്ലം മുൻപ് നോക്കുമ്പോൾ തന്നെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി മുതലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തൊക്കെ ശാരീരിക രോഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ലിസ്റ്റ് വരും? എത്ര മാനസിക രോഗം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഭയങ്കര ചുരുക്ക അല്ലേ? ഡിപ്രഷൻ, ആങ്സൈറ്റി, ചിലപ്പോൾ OCD ഒക്കെ സിനിമകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടും അല്ലാതെയൊക്കെ ആയിട്ടൊക്കെ ചിലപ്പോൾ ചില പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ അവർ ഈ ഗൂഗിൾ ചെയ്യുന്നതുകൊണ്ടും ChatGPT ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ വരുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് സത്യത്തിൽ എത്ര ഡയഗ്നോസിസ് ഉണ്ട് ആളുകൾക്ക് അറിയില്ല. പക്ഷേ ശരണ്യ പറഞ്ഞാൽ ആ ഒരു അവയർനെസ്സിലൊരു മാറ്റം വന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, അത് പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെയൊക്കെ ബെറ്റർ സർവീസസ് അവൈലബിൾ ആവാൻ കാരണം തന്നെ എന്താ പറയുക, ഒന്നും കൂടി ഇതിനൊരു അക്സെപ്റ്റൻസ് കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതാ ഒരുപാട് ക്ലിനിക്കുകളുണ്ട്, ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഫേമുകളുണ്ട്. പണ്ട് ഇത് ഹോസ്പിറ്റലുകളിലാണ്. അപ്പോൾ സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിൽ അവിടെ ഒരു സൈക്കോളജിസ്റ്റ് അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ പോകില്ല. ഹോസ്പിറ്റൽ ആയതൊരു പ്രശ്നമാണെന്നല്ല പറയണേ, പക്ഷെ ഭ്രാന്താശുപത്രി എന്നുള്ളൊരു പേര് അതിനുള്ളത് കൊണ്ട് ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തൊക്കെയാണോ ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള അങ്ങനെ കണ്ടാലേ, അഥവാ ഇത്രയേ ഉള്ളൂ, നാട്ടുകാരറിയുന്ന രീതിയിലുള്ളൊരു പ്രശ്നം വന്നാലേ പിന്നെ അടുത്ത ഇത് ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളൊരു അവസ്ഥയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിന്ന് മാറിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ക്ലിനിക്കുകളിലേക്ക്, കൗൺസിലിംഗ് സർവീസസുകളിലേക്കൊക്കെ ആളുകൾ പോയി. എന്നാൽ അത് എവിടെ എത്തിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഞാനൊരു മെൻ്റൽ ഹെൽത്ത് സർവീസ് ഞാൻ സീക്ക് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരറിയുന്നത് ഒരു പ്രശ്നമാണെന്നുള്ളത് ഇപ്പോഴും ഉണ്ട്. ഏത് സർവീസും
മൗത്ത് പബ്ലിസിറ്റി കിട്ടും. മൗത്ത് പബ്ലിസിറ്റി കിട്ടാത്ത ഒരേ ഒരു സർവീസ് സൈക്കോളജിസ്റ്റുകളുടെ. കാരണം എന്താ, എത്ര നന്നായിട്ട് കൺസൾട്ട് ചെയ്ത ആളുടെ പ്രശ്നം ഒക്കെ ആയിട്ട് പോയാലും അതൊരിക്കലും വേറെ ആളോട് പോയിട്ട് ഇയാൾ നല്ല കൺസൾട്ടൻ്റ് ആണ് എന്ന് പറയാൻ സാധ്യതകൾ കുറവാണ്. ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉള്ള സർക്കിൾസിലെടോ ഞാനിങ്ങനെ എനിക്ക് വന്നപ്പോൾ പോയിരുന്നു എന്നൊക്കെ പറയാൻ അത്രയും അവയർനെസ് ഉള്ളവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു ജനറൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മളെ മാർക്കറ്റിൽ ഒരിക്കലും ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടില്ല അല്ലേ. പിന്നെ നമ്മളെ ആളുകളുടെ ഇടയിൽ അവൈലബിൾ ആണ്. സൈക്കോളജിസ്റ്റുകളുടെ ഒരു ബേർഡൻ തന്നെ എന്താണെന്നറിയോ, ഒന്നെങ്കിൽ അത്യാവശ്യം കേസസ് വരുന്ന ഒരു ഹോസ്പിറ്റൽ സിറ്റിങ്സിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ വർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ സാധാരണ ഒരാൾ ഒരു സോഷ്യൽ സെലിബ്രിറ്റി, ഒരു സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പണിയാ. ഒരു സൈക്കോളജിസ്റ്റിന്റെ സർവൈവലിന്റെ മിനിമം ക്വാളിറ്റി അയാളൊരു മിനിമം ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളതാണ്. അയാളുടെ ഒരു ബേർഡൻ ആലോചിച്ച് നോക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ അയാൾ അന്വേഷിച്ചൊരു കേസ് വരണമെന്നുണ്ടെങ്കിൽ മൗത്ത് കിട്ടൂല. അതിനേക്കാൾ കൂടുതൽ എന്ത് വേണം, അയാൾ കഷ്ടപ്പെട്ടൊരു ഇൻഫ്ലുവൻസർ ആവണം, ഒരു സെലിബ്രിറ്റി ആവണം, എന്നാലേ വരും. ആ അവസ്ഥയിലേക്ക് എത്തണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഒരു അവൈലബിലിറ്റി ഓഫ് സർവീസസ് ഭയങ്കര കൂടി, അതിന് ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പേഴ്സണലി ഞാൻ കൺസൾട്ടേഷൻ എടുത്താൽ വേറൊരാളോട് ഞാൻ പറയില്ല. അതാണ് ഒരു സൈഡ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, ഇപ്പം കൗൺസിലിങ്ങിന് വരിക എന്തിനാണ്, എപ്പോഴാണ് ഞാൻ ഒരാളെ കൺസൾട്ട് ചെയ്യേണ്ടത്, എൻ്റെ എന്ത് പ്രശ്നമാണ് ഞാൻ അവിടെ പോയി പറയേണ്ടത് എന്നുള്ളതിന് ശാരീരിക രോഗമായതുകൊണ്ട് അതിനെ നമുക്ക് അതിൻ്റെ കോസാലിറ്റിയും അതിൻ്റെ ഫാക്ച്വൽ ബേസും ഒക്കെ എല്ലാവർക്കും അറിയാം. അതിനൊരു ജഡ്ജ്മെൻ്റൽ ബേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജലദോഷം വന്നാലും ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ജലദോഷം വന്നാൽ പോലെങ്കിലും അതും കൊണ്ടൊരു പനി ഉണ്ടായാൽ പോലും നമ്മൾ പോകും. പക്ഷേ ആളുകൾക്ക് പോകാൻ മടി ഉണ്ടായിട്ടും ആയിരിക്കില്ല. പക്ഷെ ആളുകൾക്ക് ഇത് എപ്പോഴാണ് പോകേണ്ടതെന്ന് അറിയില്ല. ശരണ്യ പറഞ്ഞതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പോകാൻ സമയമായിട്ടുണ്ടോയെന്ന് എന്തളവ് പോലും വെച്ചിട്ട് അവർ തീരുമാനിക്കണേ. കാരണം നോർമലി നമ്മളൊരു നോർമൽ ലൈഫിൽ, ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർ, ആരെങ്കിലും ഒരാൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് വിഷമാവും. ഈ സങ്കടത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എവിടം വരെയാണ്, എപ്പോഴാണ് ഇതൊരു കെയർ വേണ്ട ലെവലിലേക്ക് എത്തുന്നത്, എപ്പോഴാണ് ഇതൊരു ഡിപ്രഷൻ ആകുന്നത്, ജസ്റ്റ് ഒരു സാഡ്നെസ് അല്ല. ഇതിനെക്കുറിച്ച് ആർക്കും അവയർനെസ് അല്ല. സൈക്കോളജി പഠിക്കുന്ന അല്ലെങ്കിൽ അത് റിലേറ്റഡ് സബ്ജക്ട്സ് പഠിക്കുന്നവർക്ക് മാത്രമാണ്. സാധാരണ മനുഷ്യന്മാരെ ഇവിടുന്ന് അത് മനസ്സിലാക്കണേ. അവർക്കൊരു വഴിയില്ലല്ലോ. ഒരു ഈ ലെവലിൽ എത്തുമ്പോഴാണ് ഞാൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ല ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി ഞാൻ ഒരാളെ പോയി കാണണം എന്ന് അവരറിയേണ്ടത് എപ്പോഴാണ്. ഫിസിക്കലായിട്ടുള്ള ഇതിൽ നമുക്ക് അറിയാലോ, യെസ്, പനി എപ്പോ ഏത് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ കാണിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാലോ. അത് നമുക്ക് ആ ചെറുപ്പകാലത്തിൽ കിട്ടിയതുകൊണ്ടാണല്ലോ. ഈ സൈക്കോളജി പഠിക്കുന്ന നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോഴാണത് പിന്നെ ഇതാവണേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്ര ദിവസം ഇന്ന രീതിയിൽ. പക്ഷേ ഈ ക്രൈറ്റീരിയ ആരാ പഠിച്ചിട്ടുള്ളത്? നമ്മൾ. ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടി ആളുകൾ വരുന്നത് കുറവുള്ള ഒരു പോപ്പുലേഷൻ ഈ സൊസൈറ്റിയിൽ ഇത് പഠിച്ചു വെച്ച് കുത്തിയിരുന്നിട്ട് കാര്യമില്ല. ഇത് ആര് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം? ജനറൽ പബ്ലിക് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സൈക്കോളജി പഠിച്ചവർ തന്നെ ഇങ്ങനെയാണ് ഡിപ്രഷൻ ഈ ലെവലിൽ എത്തുമ്പോഴാണ് ട്രീറ്റ് ചെയ്യേണ്ടത് പഠിക്കുന്നത്. ഇത് പഠിച്ചവരാ ചർച്ച ചെയ്യുന്നത്. ജനറൽ പോപ്പുലേഷനിൽ എത്തണമെങ്കിൽ അവരുള്ള കമ്മ്യൂണിറ്റിയിൽ എത്തണം. അതിപ്പോ സ്കൂളിൽ അവരെ ഇപ്പൊ ലൈഫ് സ്കില്ലൊക്കെ പഠിപ്പിക്കണ പോലെ അല്ലെങ്കിൽ ബയോളജി പഠിപ്പിക്കുന്ന പോലെ മെന്റൽ ഹെൽത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് പഠിപ്പിച്ച് അവർക്ക് അറിയാം ഇപ്പൊ ഏത് ലെവൽ എത്തുമ്പോഴാണ് സൈക്കോളജിനെ കാണേണ്ടത്. അല്ലെങ്കിൽ പനി വരുമ്പോ ഓടി കാണിക്കുന്നത് പോലെ കാണിക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആണെന്ന് അവർക്ക് മനസ്സിലാവണമെങ്കിൽ ആ ബേസിൽ പറഞ്ഞു. അത് വരുന്ന കേസുകളിൽ തന്നെ ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോഴും ആലോചിക്കുന്ന ജനറൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോപ്പുലേഷനെ കുറിച്ച് ആലോചിക്കുക. അത് മാത്രമല്ല, PhD ചെയ്യുന്ന ലെവലിലൊക്കെയുള്ള ആളുകൾ വരെ ക്ലയൻസ് ആയിട്ട് വരും. അവർക്ക് ഈ ആങ്സൈറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരെ ബുദ്ധിമുട്ടും പ്രശ്നവും വിധിയുമായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനോ ബുദ്ധിയോ വിവരമോ ഒന്നുമല്ല അതിൻ്റെ പ്രശ്നം. റൈറ്റ് ആയിട്ട് ഈ സാധനം എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് രണ്ട് വശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളിലൊന്നും എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നുമില്ല. ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളില്ലേ,
സൈക്കോളജിസ്റ്റുകളുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ സർവീസിലുള്ള ആളുകൾ, ഇവരെല്ലാവരും ഒരു ഡയഗ്നോസിസ് ലെവലിലേക്കൊക്കെ ഉള്ള നോളജൊക്കെ പ്രൊഫഷണൽസ് മാത്രമേ അറിഞ്ഞിരിക്കണ്ടൂ എന്നുള്ള ധാരണയിലും പോകുന്നുണ്ട്. ഞങ്ങളെ ഇത് അറിഞ്ഞിരിക്കണ്ട, ഈ ഞങ്ങളിത് അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിനുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരണമല്ലോ. ആ അവസരം കൊടുക്കുന്നുമില്ല. ഇത് അവരറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ അതുകൊണ്ട് ഇത് കുറച്ചറിയുമ്പോഴേക്കും സൈക്കോളജിസ്റ്റാന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോഴാണ്, അതൊരു സൈക്കിളാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു അപകടം അതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എന്താ പറയാ, ഒരു ജനറൽ എഡ്യൂക്കേഷനിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ മൊത്തം ഒരു സൈക്കോളജിസ്റ്റ് ആവില്ലല്ലോ. അവിടെ ഇത് വരണം. പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കാനും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൽ സിസ്റ്റം അടക്കം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടത് മാറ്റം വരുത്തുന്നുണ്ട്. എന്നാലേ ഒരു ആങ്സൈറ്റി, ഒരു ലൈഫിൽ ചെറിയൊരു പേടിയും OCD തമ്മിലുള്ള വ്യത്യാസം മനുഷ്യന്മാർ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ JP പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്ത് കേസ് വരില്ലല്ലോ എന്നുള്ള പേടി നമ്മൾക്ക് വെക്കുന്ന സമയത്തേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് വന്നത്, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കിതൊരു പ്രോബ്ലം ആണെന്ന് അറിയില്ല. അവർക്ക് അറിയാത്തതുകൊണ്ട് ഇത് സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട ഒരു ഇഷ്യൂ ആണെന്നുള്ള നോളജ് പോലും അവർക്കില്ല എന്നുള്ള സാധനമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. മേ ബി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള, പക്ഷേ എക്സാക്ട്ലി വാട്ട് ഈസ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ എത്ര പേർക്ക് അറിയാം? നമ്മൾ ഇന്നലെ 2 ദിവസത്തേക്ക് അവിടെ കരഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ, എന്തോ ഒരു ലോസ് ഉണ്ടായപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ സങ്കടപ്പെട്ടിരുന്നതിനെ ഡിപ്രഷൻ എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു റിയൽ ഡിപ്രഷൻ്റെ അതിൻ്റെ ഒരു ക്രൈസിസ് എന്താണെന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. അപ്പോഴല്ലേ ആളുകൾ ഒരു പ്രോപ്പർ കൺസൾട്ടേഷനിൽ വരുള്ളൂ, മനസ്സിലാക്കുള്ളൂ, അവിടെ ഒരു പ്രോപ്പർ ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഒരു ക്ലിയർ നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ അടുത്തേക്ക് വരുന്ന കേസുകളുടെ നമ്പേഴ്സും കുറവാണ്. കിട്ടേണ്ട ആളുകൾക്ക് ആ പ്രോപ്പർ ഹെൽപ്പ് കിട്ടുന്നില്ല. ഇപ്പം ഇതൊരു പ്രശ്നമാണെന്ന് അറിയാത്തിടത്തോളം കാലം JP പറഞ്ഞ പോലെ വിധിയാണ്, അതായത് തൻ്റെ വിധിയാണ്, ഞാൻ പൊട്ടയായതുകൊണ്ടാണ് എന്നുള്ള നോളജിൽ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ജീവിച്ചു പോവുകയാണ് പല ആളുകളും ചെയ്യുന്നത്. ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷൻ മാത്രമാണ്. പനി ഉണ്ടാകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന പോലെ ഇതൊരു അസുഖമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ആണ് ഈ തോട്ട്സും ഈ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്കൊക്കെ ഇതൊക്കെയാണല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഉണ്ട് എന്നവർ നമ്മളോട് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഓക്കെ ഇത് അതുകൊണ്ടാണ് എനിക്ക് വരുന്നത്, അല്ലാതെ ഞാൻ വർത്ത്ലെസ് ആയതുകൊണ്ടല്ല. ഒരു ഡിപ്രഷനുള്ള ക്ലയൻറ്റ് അവർക്ക് തോന്നുന്നത് ഞാൻ ഒന്നിനും കൊള്ളൂല, എനിക്കിതൊന്നും ശരിയാവില്ല, ഒരു ഹോപ്പ്ലെസ്നെസ്സും വർത്ത്ലെസ്നെസ്സും അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് പ്രശ്നമാണെന്ന് അറിയാത്തിടത്തോളം കാലം അവർ വിചാരിക്കുന്നത് ഞാൻ ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു തോട്ടിൽ അവർ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പോൾ അന്നത്തെ ഒരു ക്ലയൻ്റ് എന്ന് പറയുന്നത് റെസിഗ്നേഷനിലേക്ക് വരെ പോയി. അവരുടെ വർക്കിനെ അത് ബാധിച്ചു തുടങ്ങിയപ്പോൾ അവരവിടെ ആ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നത് ഞാൻ ശരിയല്ല, ഞാൻ കാരണം മറ്റൊരാൾക്കൊരു പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ ഇതൊരു പ്രോബ്ലം, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ റെസിഗ്നേഷനിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു നോളജും ആളുകൾക്കില്ല, അല്ലെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഒത്തിരി ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എക്സാക്ട്ലി എന്താണ് എന്നുള്ളൊരു പ്രോപ്പർ നോളജ് ഇല്ല. അവിടെയാണ് അതൊരു സ്കൂൾ സിസ്റ്റത്തിലേക്കും ആളുകളിലേക്കും അതൊക്കെ എത്തിക്കേണ്ട ഒരു നെസസറി ആണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ആളുകളെ അങ്ങോട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴുള്ള അപകടതാണ് ഓരോരുത്തർക്കും തോന്നിയതും പറഞ്ഞു കൊടുക്കുക. ഇതിനാണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാറ്റ് ഉണ്ടാവണം. അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ കരിക്കുലത്തിൽ അത് വരിക എന്നുള്ള. മനുഷ്യനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, കണക്കൂട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ഫിസിക്സും സയൻസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനായിട്ട് മനസ്സമാധാനത്തിൽ ഇരിക്കാൻ പഠിപ്പിക്കണില്ല, അല്ലേ? അതിരുന്നാലല്ലേ മനുഷ്യനിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലോചിച്ച് നോക്ക്. അതും സ്വന്തത്തിനെ കുറിച്ചും പഠിക്കുന്നില്ല, വേറൊരാൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചും ധാരണ ഇല്ല. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി തലവേദനയായിട്ട് കിടക്കുകയാണെങ്കിൽ, വയറുവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ വീട്ടിൽ കൊണ്ടുവാക്കാനോ ടീച്ചറോട് പോയി പറയാനോ ഒക്കെ അവരായിട്ട് ഇനീഷ്യേഷൻ എടുക്കും. ഒരു കുട്ടി സങ്കടത്തിലാണ് ഇരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്, അല്ലേ? അപ്പം അത് ആ സ്കൂൾ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ ഒരു കൾച്ചറിനെ മൊത്തം റിഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന സിനാരിയോ ഉണ്ട്, എൻ്റെ സുഹൃത്ത് മുമ്പ് പറഞ്ഞതാണ്. സ്കൂളൊരു പുട്ടും കുറ്റിയാണെന്ന് പറയുന്ന സാധനം. എല്ലാവരും അതിൻ്റെ ഉള്ളിലൂടെ പുറത്തു വരും. ഏത് ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും, ഏത് ലെയറിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ വെച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞാണ്, ഇത് എവിടെയാണ്
ഈ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇതൊരു പ്രോബ്ലമാണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. ഇപ്പം മനുഷ്യന്മാരൊരിക്കലും എന്തെയില്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന അത്രയും അവയർനെസ് ഉണ്ട് ഒരു കൺസൾട്ടന്റിന്റെ അടുത്ത്. നിർബന്ധിക്കാനുള്ള മനുഷ്യന്മാർക്കും ധാരണയില്ല, അവർക്കും ധാരണയില്ല എന്നുള്ളത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ള അവസ്ഥ മിസ്സാവണേ. അപ്പം അത് ആക്ച്വലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തോ ആയിക്കോട്ടെ, അതിലെവിടെയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക, ടീച്ചേഴ്സ് ഇത് പഠിക്കപ്പെടുക, എക്സ്റ്റെൻസീവായിട്ട് പഠിക്കപ്പെടുക. ടീച്ചേഴ്സ് പഠിക്കുന്നത് മൊത്തം ലേണിംഗ് തിയറിയും ബാക്കിയുള്ള തിയറിയും കുറേ സൈക്കോളജിക്കൽ അങ്ങനെ സാധനങ്ങളാണ്. അത് പഠിക്കണം, കാരണം അത് പലപ്പോഴും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യന്മാരുടെ ഈ മാനസികാവസ്ഥകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കൂടെയൊക്കെ അവർ അവെയർ ആവണം. തൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളുടെ അവസ്ഥകളിൽ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒക്കെ ഉണ്ടാവണം. അത് പെട്ടെന്നൊരു സൊസൈറ്റിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ, അത് അറിയാതെ അറിയുന്നതിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഡയഗ്നോസിസ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാനും ഒരു കണ്ടീഷന് വേറെ കണ്ടീഷനൊക്കെ തോന്നാനും സാധ്യതയുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇന്നൊരാളെ പോയി കാണണം എന്നുള്ളൊരു അവയർനെസ് അവിടെ നമ്മൾ ഒരിക്കലും അവര് ഡയഗ്നോസ് ചെയ്ത് അവരല്ലോ, നമ്മളത് ഡയഗ്നോസ് ചെയ്യ ഇതൊരു പ്രോബ്ലം ആണ്, മോൾ ഇവിടെ നിന്ന് പോകണം എന്നൊരു ടീച്ചറിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ പാരന്റ്സിന് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി, അത് മാത്രം ചെയ്താൽ മതി. ആ ടീച്ചർ അതിനുള്ളൊരു നോളജ് അവരിലേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ പാരന്റ്സിലേക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രം മതിയായിരിക്കും. അവരൊരിക്കലും കൺസൾട്ടന്റ് ആവണമെന്ന് നമ്മൾ പറയുന്നില്ല, അതിന് നമ്മളിവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തോളാം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ബേസിക് നോളജ് അവർക്ക് വേണമല്ലോ. ഭയങ്കര ചെറുപ്രായത്തിലൊന്നും കൊടുക്കേണ്ടതില്ല, മുതിർന്ന ക്ലാസ്സുകളിൽ കൊടുത്താലും മതി. നല്ലൊരു അവയർനെസ്, +2 അല്ലെങ്കിൽ ഡിഗ്രിയോ അവിടെയെങ്കിലും അത് കൊടുക്കണം. ഇവര് താഴെയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചോളുമല്ലോ. ഇപ്പൊ ഇപ്പം 3ലും 4ലും പഠിക്കുന്ന കുട്ടിക്ക് പനിയാന്ന് തന്നെ മനസ്സിലാവില്ല, അത് വീട്ടുകാരായിരിക്കും മനസ്സിലാക്കുക അല്ലേ. പക്ഷെ ഒരു സ്റ്റേജിൽ അത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് അതൊരു നോർമൽ സാധനമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ വേറൊരാൾക്കും ഇതേ കാര്യം കാണുമ്പോൾ അവർ പറയും, ഇന്ന ആളിന്ന് പോയി കണ്ടു കൂട്ടോ അല്ലേ. ആ ഒരു ഡോക്ടേഴ്സിന്, ഫിസീഷ്യൻസിന് കിട്ടുന്ന അതേ അക്സെപ്റ്റൻസും കിട്ടപ്പോഴാണ്. അപ്പം നാളേക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള കുറേ സർവീസസ്, ഇപ്പം നമ്മളെ ബെറ്റയു ആയാലും വേറെ ഒരുപാട് സർവീസസ് ഉണ്ട്. ഈ സർവീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റെഡിയായി നിൽക്കണേ. പക്ഷെ ആ നാളെയിലേക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു പാർട്ട് കൂടെ, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള പാർട്ട് കൂടെ എല്ലാവരും കൂടി കളക്റ്റീവ്ലി ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും നമ്മളിപ്പോൾ തെറാപ്പി ആയിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞ് വരുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതെടുത്ത് ഓക്കെ ആയി വരുന്നവർ, ഇവർ ഷെയർ ചെയ്യുമ്പോഴാണ് വേറൊരാൾക്കോ ഇത്രയും ഒരു സുഖം ഇതെന്ന്, അല്ലെങ്കിൽ ഇത്രയും ഒരു റിലീഫ് ഇത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നുണ്ടെന്ന് അറിയുള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് നോർമലൈസ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺസൾട്ടേഷന് പോകുന്നതും ഒരു തെറാപ്പി എടുക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അത് എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുന്നത് പോലെ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഇതെന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ വേറൊരാളോട് ഷെയർ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ അവയർനെസ് കുറവുകൊണ്ടൊക്കെ നമ്മൾ എന്ത് വെച്ചാൽ ഇത് ഒളിപ്പിച്ച് വെക്കും, പറയാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലം ആവുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ നമുക്ക് ചെല്ലാം അപ്രോച്ചബിൾ ആയി തോന്നലൊക്കെ ഉണ്ടാവുക. അപ്പം എനിക്ക് തോന്നുന്നു സ്കൂൾ കരിക്കുലത്തിൽ അതൊക്കെ വരുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് പാരൻറ്റിങ്ങിൽ അത് വരുന്നതും. നമ്മൾ എന്താ പറയുക, അങ്ങനെ ബുദ്ധിമുട്ട്, അങ്ങനെ മെൻ്റൽ അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ട് ഈ ലോകത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നൊക്കെ കുട്ടിക്ക് അറിയുമ്പോൾ, ഇപ്പം പനിയൊക്കെ കുട്ടിക്ക് അങ്ങനെയല്ലേ അറിയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ പനിയും തലവേദന എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്കത് പറയുമ്പോഴാണ് അറിയുന്നത്. ഓ നിനക്ക് ഇവിടെ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴല്ലേ. അതുപോലെ പറ്റില്ലെങ്കിലും ആ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് പാരൻറ്റിങ് തൊട്ടേ, അല്ലെങ്കിൽ ആ ചെറുപ്പകാലത്ത് തൊട്ടേ നമ്മൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൽ ഡിഫറൻസ് കാണാൻ പറ്റും തോന്നുന്നു. സ്കൂളിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ കുട്ടീനെ നമുക്ക് അതിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇനീഷ്യലി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വയ്യാണ്ടാവുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു അവയർനെസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് നമുക്കിങ്ങനെ വഴി കാട്ടുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും ചിലപ്പോൾ വരില്ല. ഡോക്ടറെ കാണാൻ നമ്മൾ റെഫർ ചെയ്യണ്ടല്ലോ, നമ്മൾ കുറേയൊക്കെ കണ്ടുപിടിച്ച് പോവില്ലേ. അതുപോലെ കണ്ടുപിടിച്ച് പോകാൻ പറ്റുക ചിലപ്പോൾ ആ പാരൻറ്റിങ്ങിലും കൂടെ ഉൾപ്പെടുമ്പോഴായിരിക്കും. അപ്പം ഹാപ്പി കിഡൊക്കെ ആക്ച്വലി
അതൊക്കെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. ആ വെൽബീയിങ്ങിൻ്റെയും ആ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ചെറുപ്പം തൊട്ടേ കുട്ടിക്ക് അറിയണം. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തും, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടെന്നും. ഇപ്പോൾ ഒരു തലവേദന വരുന്നത് അത് ആ ഒരു ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട് മാത്രമാവില്ല, നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കൊണ്ടൊക്കെ ആയിരിക്കും തലവേദന വരുന്നത് എന്നും കൂടെ കുട്ടിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ സുഖമാണോ ചോദിച്ചാൽ സുഖമാണ് എന്ന് പറഞ്ഞു പോവല്ലോ. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഫൈൻ എന്ന് പറയുന്ന ആ സാധനം ഇങ്ങനെ പോയി സുഖം അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടോ എന്ന് പോലും കുട്ടിക്ക് അറിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. അതിൽ പാരൻറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്താ പറഞ്ഞാൽ, അഥവാ അത് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, സുഖമില്ലായ്മ അവിടെയും ഉണ്ടാവാം എന്ന് മനസ്സിലാക്കുന്നത് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ മനുഷ്യന്മാർക്കും ഇതുണ്ടെന്ന് അറിയാൽ, ശ്രദ്ധിക്കപ്പെടല്, എമ്പതൈസ് ചെയ്യലൊക്കെ അവരിതിൽ നിന്നാണ് മോഡൽ ചെയ്യുക. പക്ഷെ ഇതിലുണ്ടല്ലോ, ഇപ്പം നമ്മളൊരു ആളെ കൺസൾട്ട് ചെയ്ത്, ഇപ്പം അത് ഒരു ക്ലിനിക്കൽ ഡിസോർഡർ ലെവലൊന്നും മാത്രമല്ല. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ദേഷ്യം വരുന്ന ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് അത് ഇടങ്ങാറായിരിക്കും. പക്ഷെ അതൊരു കൺസൾട്ട് ചെയ്യാവുന്ന ഒരു സാധനമായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്യും. നമ്മളെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അതൊരു ഇമോഷണൽ റിയാക്ഷനാണ്. അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനോട് വല്ലപ്പോഴും ഉണ്ടാകുന്നത് ഓക്കെയാണ്. പക്ഷെ എല്ലാത്തിനോടും ദേഷ്യപ്പെടുന്നത്, ആരോടോ സംസാരിക്കുകയും ഹെൽപ്പ് വാങ്ങുകയും ചെയ്യേണ്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വൺസ് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതേ ജനറ്റിക് ഇൻഹെറിറ്റൻസിൽ വരുന്ന കുട്ടികളിലും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇതിന്റെ നോളജ് കിട്ടിയ പാരൻസ് ഇതിനെ ഡീൽ ചെയ്യണത് ഭയങ്കര ഭംഗിയാണ്. അത് ചിലപ്പോൾ ഇപ്പം നമ്മൾ തന്നെ കോഴ്സ് ചെയ്തിട്ടോ എഡ്യൂക്കേറ്റഡ് ആയിട്ടോ ആവാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇതുകൊണ്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ആരെങ്കിലൊക്കെ എങ്ങനെയൊക്കെയോ ആയിട്ടൊരു കൺസൾട്ടൻ്റ് അടുത്ത് എത്തിയിട്ട് ഇത് മാനേജ് ചെയ്തുകൊണ്ടാവാം. അതിന് ശേഷമുള്ള സൈക്കിൾ ഉണ്ടല്ലോ അവരുടെ കുട്ടികൾ, അത് ഭയങ്കര ഭംഗിയുള്ളതാണ്. അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ആ പാരൻറ്റിങ്, ചൈൽഡ് റിയറിങ് കൊണ്ട് നടക്കാനും പറ്റും. ആ കുട്ടികൾ ഇമോഷൻസിൽ ഇതാണ് നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്നൊക്കെ പറയും. അഥവാ നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക. ഇതാണ് ആക്ച്വലി തെറപ്പിയും കൗൺസിലിംഗ് ഒക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. അങ്ങനെ പറഞ്ഞാൽ, അയ്യോ ആ സമയത്ത് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടു പോയല്ലോ എന്നൊരാൾ മാറിയെന്ന് പിന്നെ ചിന്തിക്കണം. അത് പിന്നീട് അത് ഓർക്ക പോലും ചെയ്യാതെ ഇയാൾ ഇങ്ങനെ ഇമോഷൻസിൻ്റെ റോളർ കോസ്റ്ററിൽ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രോബ്ലം. അല്ലാതെ ആർക്കും ഇമോഷൻ വരാതിരിക്കുകയോ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയറോ പ്രോബ്ലംസോ അയാൾക്ക് ഇല്ലാതിരിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷേ അത് സംഭവിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അടുത്ത പ്രാവശ്യം അത് വരാതിരിക്കാനുള്ള മോഡുലേഷൻസ് വരുത്താനും കഴിയാന്നുള്ളതാണ് വിജയം. അതൊരാൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ അതിന് സബ്ജക്റ്റീവായിട്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, സയൻസിലും ബയോളജിയിലും ഒക്കെ പഠിക്കുന്നൊരു സാധനം എന്താ, എടുത്ത് ഒബ്സർവ് ചെയ്യാനും എടുത്തതിനെ പഠിക്കാനും ഒക്കെ അല്ലേ. അത് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ പഠിക്കണേ. ഇപ്പോൾ ഒരു ഇല നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ്, ആ ഇലയിൽ ഇത്രയും സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ ബോട്ടണിയിൽ പഠിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പം അതേപോലെ സൈക്കോളജിക്കലി ഓരോ ഇമോഷനെ കുറിച്ചും അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്സും ബാക്കിയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി മൊത്തം അവരുടെ ഇമോഷണൽ റിയാക്ഷൻസിനെ കുറിച്ച്, തോട്ട് പാറ്റേൺസിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് സയൻറ്റിഫിക്കലി എന്നല്ല, ആ ഒരു അതിനൊന്ന് ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗി ആലോചിച്ച് നോക്ക്. ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഈ എമ്പതൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വിഷമാവുന്നതോ ഒക്കെ ആളുകളെ കാണുമ്പോൾ എമ്പതൈസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു കണക്ഷനൊക്കെ വരുമല്ലോ. അതിനൊക്കെ ആക്ച്വലി ഈ മെൻ്റൽ ഹെൽത്തിൻ്റെയും അല്ലെങ്കിൽ ആ പാരൻറ്റിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പല ശീലങ്ങളും അല്ലെങ്കിൽ പല തിരുത്തലുകളും ഒക്കെ അതിന് സഹായിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷനിൽ പോലും എമ്പതൈസ് ചെയ്യാൻ പോലും നമുക്ക് ആക്ച്വലി കിട്ടണമെങ്കിൽ അവിടെ വെച്ച് തുടങ്ങണം. അപ്പോൾ ഇത്രയും വലിയൊരു സ്ട്രഗിളിൽ നിൽക്കുമ്പോൾ അതിനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു എമ്പതൈസ് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വരണമല്ലോ. പാരന്റിങ്ങിൽ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ഒരു മെറ്റാ കോഗ്നിറ്റീവ് പാർട്ട്, അതൊരു കുട്ടി തന്നെ വേറെ കുട്ടി ദേഷ്യപ്പെടുമ്പോൾ അതൊരു ദേഷ്യമാണെന്ന് ചിന്തിക്കാൻ, അതിനോടൊരു ഇമ്പൾസീവ് റെസ്പോൺസ് വരുന്നതിന് മുൻപ് അതൊരു ദേഷ്യമാണ്, അതുണ്ടാവാൻ അയാൾക്ക് അയാളുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും എന്നൊക്കെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ മുതിർന്ന കുട്ടികളെ കുറിച്ചാണ് പറയണേ. ചെറിയ കുട്ടികൾ അത്ര ആലോചിക്കണമെന്നില്ല. ഒക്കെ ആലോചിക്കുന്ന ലെവലിലേക്ക് എത്താത്തത് അവർ എന്താ പറയുക, ആ പ്രായമായതുകൊണ്ടും ചോരത്തിളപ്പായതുകൊണ്ടും ഒന്നും അല്ല. ഐ തിങ്ക് ഇപ്പം
ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ സിനാരിയോസ് ഉണ്ട്, അഡോളസൻസിൽ കാണിക്കുന്ന ക്രൈസിസ് ഒക്കെ. അവരിൽ നമ്മൾ ആരും ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അവൻ അങ്ങനെ എന്നോട് പറയുന്നത് ഇത് അവൻ്റെ ഒരു റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടുന്നതാണ്, അത് ഇന്നത് കൊണ്ടായിരിക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവിടെ കുട്ടികളിൽ നടക്കുന്നില്ല. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എടാന്ന് പറയുമ്പോൾ പോടാന്ന് നമ്മൾ പറയാതെ നമ്മളൊന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇന്നൊരു പെയിനില്ല, അതിനെ എംപതൈസ് ചെയ്യാനുള്ള ഒരു എപ്പോഴാണ് നമ്മൾ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എവിടെയും ഇല്ല. നമ്മളൊക്കെ പഠിച്ചു വന്നപ്പോൾ നമ്മളാരും മേ ബി പാരന്റിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രോപ്പർ വേ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതാണ്. ഏതൊരു കുട്ടീനെയും ഡെവലപ്പ് ചെയ്യുന്നത് അവൻ്റെ പാരന്റിങ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ സറൗണ്ടിങ്സ് ആണ്. അവൻ്റെ സറൗണ്ടിങ്സിൽ നിന്നൊന്നും അവന് കിട്ടാതെ പോകുമ്പോൾ അവൻ എടാന്ന് പറയുമ്പോൾ പോടാന്നേ തിരിച്ചു പറയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ സൊസൈറ്റിയിൽ ഇന്നത്തെ ഈ ഒരു സിനാരിയോ നമ്മൾ കണ്ടുവരുന്നത് തോന്നുന്നു. അവിടെയാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. നമ്മൾ കാര്യമില്ല. അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്നറിയോ, ഈ എല്ലാവരും സ്വയം പഠിക്കണം, ഇത് അറിയണം എന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങേണ്ട ഇതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഓക്കെ ഇതൊക്കെ കുറേ കാലമായിട്ട് ഇതൊക്കെ അനുഭവിക്കണം, ഇതെന്താന്ന് നമുക്കും സ്വന്തം അറിയാനൊരു ബോധ്യമൊക്കെ വേണ്ടേ. ആ ലെവലിലും ആളുകൾ ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതും ഒരു സെൽഫ് അവെയർ ആവാൻ ഇപ്പം പല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പല രീതിയിൽ കാര്യങ്ങൾ അറിയാനുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളും ആളുകളിലേക്ക് നമുക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേതാണ്, ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഡയഗ്നോസിസ് ചെറിയൊരു കുഴി ഉണ്ടായതായിരിക്കും, അത് ക്യാൻസർ ആയിരിക്കും എന്ന് പറയുന്നത് പോലെയുള്ള മിസ്ഇൻഫോർമേഷൻസിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷെ എന്നാലും പഠിക്കാൻ സത്യത്തിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. അതും ആളുകൾ ചൂസ് ചെയ്യുകയും കൂടി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലൊക്കെയാണ് ഇത് മാറ്റം വരിക. എനിവേ ഇതൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഇപ്പോൾ. ഇത്രയും മെൻ്റൽ സർവീസസിനൊക്കെ ഇത്രയും അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ അത് തുടങ്ങുക എന്ന് പറയണതും, അത് സ്വന്തം വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്ന് പറയുന്നത് സ്വന്തം ആ വീട്ടുകാർക്കും അയൽപ്പക്കത്തിനും പ്രശ്നമല്ലാതാവുന്നത് വലിയൊരു ചേഞ്ചാണ് അല്ലേ. ആ ചേഞ്ചിൽ നിന്ന് ഇനി അങ്ങോട്ട് അറിവില്ലായ്മ, അതാ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള വ്യക്തത ഇല്ലായ്മ മാത്രമാണ് നിലനിൽക്കുക. നമ്മൾ പറഞ്ഞതുപോലെ അതും മാറി വരുന്ന ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഇനി ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി നിയർ ഫ്യൂച്ചറിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസായിട്ടും ആളുകളുടെ ഒരു കോമൺ അവയർനെസ് ആയിട്ടൊക്കെ ഇത് മാറും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയൊക്കെ ആയിട്ടുള്ളൂ ഈ സൈക്കോളജിക്കൽ സർവീസസ് ഇവിടെ വന്നിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80,000 അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ജീവിക്കണു. എന്നിട്ട് ഇത്രയും കാലത്തെ മനുഷ്യന്മാർ ഇതൊന്നുമില്ലാതെ കഴിഞ്ഞു പോയി. ഇപ്പം ഉള്ളവർക്ക് ഇത്രയെങ്കിലും ഉണ്ട് അല്ലേ. 80,000 കറക്റ്റ് നമ്പറൊന്നും ആയിരിക്കൂല, എന്നാലും കുറെ കാലമല്ലോ മനുഷ്യകുലം ഉണ്ടായിട്ട്. എന്നിട്ട് ഇപ്പോഴാണല്ലോ ഒരു 10-30 കൊല്ലം ആയിട്ടേ ഉള്ളൂ ഈ ചേഞ്ച്. അത്രയും മനുഷ്യന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ മനുഷ്യന്മാർ ഇനി അങ്ങോട്ടുള്ളത് ഭയങ്കര ഹോപ്പ്ഫുള്ളും ആണ് അല്ലേ. ഇതൊന്നും അറിയാതെ ഇല്ലാതായി പോയിട്ടുള്ള എത്ര മനുഷ്യന്മാരുണ്ടാവും.